ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പ്ളാനി കുറ്റം ചെയ്തിരിക്കുന്നു. കോടതി തെല്ല് ഉളുപ്പുണ്ടെങ്കിൽ പാമ്പ്ളാനി രാജിവെക്കണം, തട്ടിലും രാജിവെക്കണം. ജൂലൈ 31 കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ഇന്നലെയാണ് അത് വെളിച്ചം കണ്ടത്. അതിന്റെ കോപ്പികളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയത്. ആ സഭാ കോടതിയുടെ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ വിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. അതിന്റെ രക്തചുരുക്കം അവതരിപ്പിക്കാം, പിന്നെ കുറച്ച് വിശദമായിട്ട്. അഴിമതിക്കാരനെ പാമ്പ്ളാനി അനധികൃതമായി സംരക്ഷിക്കുന്നു. അഴിമതിക്കാരനെ കുറ്റവിമുക്തനാക്കാൻ തെറ്റായ വഴികൾ തേടുന്നു, തെറ്റായ വാദങ്ങൾ നിരത്തുന്നു. 2. പാമ്പ്ളാനി ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു, ഉള്ള അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. അധികാരവും പദവിയും ദുർവിനിയോഗം ചെയ്യുന്നു. അങ്ങനെ സഭാ നിയമത്തിനെതിരെ, കാനൂൻ നിയമത്തിനെതിരെ കുറ്റം ചെയ്തിരിക്കുന്നു പാമ്പ്ളാനി. 3. കൂദാശ വിളക്കുള്ള മണവാളൻ കുംഭസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്തതും ആളുകൾ കുംഭസാരം കേട്ടതും ഓട്ടോമാറ്റിക് സഭാഭ്രഷ്ട് അർഹിക്കുന്ന ഗൌരവമേറിയ കുറ്റമാണ്. ആ മണവാളനെ സംരക്ഷിക്കുന്ന പാമ്പ്ളാനി പിതാവ് വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്തിരിക്കുന്നു. മണവാളന്റെ ഈ വിശ്വാസത്തിനെതിരെയുള്ള കുറ്റകൃത്യം വിശ്വാസ തിരുസംഘത്തിന് റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ കോടതി അത് സ്വമേധയാ ചെയ്യും. അടുത്തത്, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം കൈവരിച്ചിരിക്കുന്നുവെന്ന് നുണ പറയരുത്. സത്യം മറിച്ചാണ്. പാമ്പ്ളാനി പിതാവിന്റെ അറിവോടും സമ്മതത്തോടും കൂടെ ഫാദർ വർഗീസ് മണവാളൻ നിയമലംഘനം നടത്തുകയും കാനോനിക നടപടിക്രമങ്ങളെ കാറ്റിൽ പറത്തി സഭാ നിയമങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ ഉത്തരവുകൾ അനുസരിക്കാതെയും സഭാ കോടതി നൽകിയ ഇടക്കാല ഉത്തരവുകൾ അനുസരിക്കാതെയും സഭയെയും സംവിധാനത്തെയും ഫാദർ വർഗീസ് മണവാളൻ പാമ്പ്ളാനി പിതാവിന്റെ സഹായത്തോടുകൂടെ അട്ടിമറിക്കുകയാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല. സ്പെഷ്യൽ ട്രിബ്യൂണൽ കോടതി ഉത്തരവില് ചൂണ്ടിക്കാട്ടി. CCEO പൌരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമം 1269(1) പ്രകാരമുള്ള ഇടക്കാല ഉത്തരവ്. ഈ ഇടക്കാല ഉത്തരവിൽ ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സാങ്കേതികത ഒഴിവാക്കിക്കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സഭയുടെ നിയമം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരാളാണ്. അത് ഫാദർ ഗർവാസസ് ആനിത്തോട്ടത്തിലാണ്. ഇപ്പോ സഭയുടെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിന്റെ അപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത്. അദ്ദേഹത്തിലൂടെ കോടതിയോട് അപേക്ഷിച്ചത് പാമ്പ്ളാനി പിതാവാണ്. അപ്പോൾ പാമ്പ്ളാനി പിതാവിന്റെ അപേക്ഷയാണ് തള്ളിയിരിക്കുന്നത്. എന്താണ്? കാനോനിക നടപടികൾ നേരിടുന്ന ഫാദർ വർഗീസ് മണവാളനെ മെഡിക്കൽ ലീവിന്റെ മറവില് സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി. അത് അനധികൃതമാണ്, അധികാര ദുർവിനിയോഗമാണ്, സഭാ കോടതി ചൂണ്ടിക്കാണിച്ചു. ഫാദർ വർഗീസ് മണവാളിനെതിരെയുള്ള കോടതി നടപടികൾ നിർത്തിവെക്കണമെന്ന് പാമ്പ്ളാനി പിതാവ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ വഴി നൽകിയ അപേക്ഷയാണ് കോടതി നിയമങ്ങളും ചട്ടങ്ങളും ചൂണ്ടിക്കാണിച്ച് ഇടക്കാല ഉത്തരവിലൂടെ തള്ളിയത്. ഇത് മേൽക്കോടതിയിൽ അപ്പീലുമായി പോകാൻ പറ്റുന്ന ഒരു വിധിയല്ല. ഇത് ഇടക്കാല ഉത്തരവായതുകൊണ്ട് മേൽക്കോടതിയിൽ പോകാൻ പറ്റില്ല, അപ്പീലിന് പോകാൻ കഴിയില്ല. കോടതി ചൂണ്ടിക്കാണിച്ച ചില പ്രധാനപ്പെട്ട വശങ്ങള്, നിയമവശങ്ങളും നീതിയുടെ വശങ്ങളും ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കോടതി നടപടികൾ ആരംഭിക്കണമെന്ന് തീരുമാനിച്ച മെത്രാന് മാത്രമേ അത് നിർത്തിവെക്കണമെന്നുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് കഴിയൂ. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ കോടതി നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ച മെത്രാന് മാത്രമേ
അത് നിർത്തിവെക്കണമെന്നുള്ള അപേക്ഷ കൊടുക്കാൻ കഴിയും. മറ്റൊരു മെത്രാന് കഴിയില്ല. മണവാളനെതിരെ കോടതി നടപടികൾ ആരംഭിച്ചത് മാർ ബോസ്കോ പുത്തൂരാണ്. അത് പിൻവലിക്കാൻ പാമ്പ്ളാനി പിതാവിന് അധികാരമില്ല. അധികാരമുണ്ടെന്ന് അദ്ദേഹം വിചാരിച്ച് പ്രയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു പാമ്പ്ളാനി. കോടതി നടപടികൾ നിർത്തിവെക്കണമെന്ന് കൽപ്പനയിട്ട് അല്ലെങ്കിൽ അപേക്ഷിച്ച പാമ്പ്ളാനി ഇല്ലാത്ത അധികാരമാണ് പ്രയോഗിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ചെയ്യുന്ന അധികാരിക്കെതിരെ കാനോൻ നിയമപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കാം. മാർ ബോസ്കോ പുത്തൂര് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. പരിശുദ്ധ സിംഹാസനത്തിന്റെ പേരിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. പരിശുദ്ധ സിംഹാസനത്തിന്റെ നാമത്തില് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട്. അദ്ദേഹം നൽകിയ ഒരു കൽപ്പന റദ്ദാക്കാനോ പിൻവലിക്കാനോ ഏതെങ്കിലും ഒരു പ്രാദേശിക മെത്രാന് കഴിയില്ല. ഒന്നുകിൽ അതിന് തുല്യ അധികാരമുള്ള ആളോ അല്ലെങ്കിൽ മാർപ്പാപ്പ നേരിട്ടോ ചെയ്യണം. അത് പാമ്പ്ളാനി പിതാവിന് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പിന്റെ വെറും വികാരി മെത്രാപ്പോലിത്തയാണ്. ഒരു പ്രോട്ടോസെഞ്ചലിസിന്റെ അധികാരമേ ഉള്ളൂ. പ്രോട്ടോസെഞ്ചലിസ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പറയും മുഖ്യ വികാരി ജനറാള്. അത്ര അധികാരമേ ഉള്ളൂ പാമ്പ്ളാനി പിതാവിന് എറണാകുളത്ത്. മണവാളനെതിരെ കോടതി നടപടികൾ ആരംഭിച്ചത് റോമായിലെ മാർപ്പാപ്പ നിയമിച്ച അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് തുല്യ പദവിയിലുള്ള നിയമാനുസൃത അധികാരിക്കോ മാർപ്പാപ്പയ്ക്ക് നേരിട്ടോ മാത്രമേ കോടതി നടപടികൾ നിർത്തിവെക്കാനുള്ള പെറ്റീഷൻ സമർപ്പിക്കാൻ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് നിയമമനുസരിച്ച് ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ. പാമ്പ്ളാനി പിതാവ് ഇപ്രകാരം ആവശ്യം ഉന്നയിച്ചത് നിയമവിരുദ്ധവും ഉദ്യോഗത്തിന് ദുരുപയോഗവും അധികാര ദുർവിനിയോഗവുമാണ്. ഇത് കോടതിയുടെ ഉത്തരവാണ്. രാഷ്ട്രീയക്കാർക്ക് എതിരെ ആയിരുന്നുവെങ്കിൽ അവർ പണ്ടയ്ക്ക് വേണ്ടി രാജിവെച്ചു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത്. പാമ്പ്ളാനി പിതാവ് കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് സഭാ കോടതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തരവിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്, ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസും പാമ്പ്ളാനി പിതാവും കോടതി മുമ്പാകെ ഇങ്ങനെയാണ് സമർപ്പിച്ചിരുന്നത്. കാനോൻ നിയമം 1401 അനുസരിച്ചും മണവാളിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തും അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ ലീവിലാണെന്ന കാര്യം ഓർത്തും അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകണ്ട. സഭ ഉദ്ദേശിക്കുന്ന തിരുത്തല്, അതായത് മാനസാന്തരവും തിരിച്ചുവരവും അദ്ദേഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സഭാ നടപടികൾ നിർത്തിവെക്കണം. ഇതാണ് പാമ്പ്ളാനി പിതാവും പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസും കോടതി മുമ്പാകെ അപേക്ഷിച്ചത്. കോടതിയിൽ ഉത്തരവിന്റെ അതിന് മറുപടിയായിട്ട് കോടതി പറഞ്ഞത്, എന്തിനാണ് കോടതികൾ? കുറ്റവാളിയുടെ മാനസാന്തരം ഉറപ്പാക്കുക, നീതി പുനഃസ്ഥാപിക്കുക, സഭയിൽ ഉണ്ടായിട്ടുള്ള ഇടർച്ച അത് മാറ്റിയെടുക്കുക. ഇവ മൂന്നും ഒരേ സമയം ഉണ്ടായാൽ കോടതി നടപടികൾ വേണ്ടെന്ന് വയ്ക്കാം. അതാണ് 1403 കാനോനിലോ പറയുന്നത്. കുറ്റവാളിയുടെ മാനസാന്തരം, നീതിയുടെ പുനഃസ്ഥാപനം, സഭയിൽ ഉണ്ടായിട്ടുള്ള ഇടർച്ച അത് മറികടക്കാനുള്ള കഴിയുക. ഇവ മൂന്നും ഒരേ സമയം ഉണ്ടായാൽ കോടതി നടപടികൾ വേണ്ടെന്ന് വെക്കാമെന്നാണ് 1403 പ്രകാരം. 1401 അനുസരിച്ചാണ് പാമ്പ്ളാനി പിതാവൊക്കെ ചോദിച്ചത്. ഇനി 1403 ഒരു കാര്യം കൂടിയുണ്ട്. ഈ കുറ്റവാളിയുടെ മാനസാന്തരവും നീതിയുടെ പുനഃസ്ഥാപനവും ഒക്കെ ഇടർച്ച മാറ്റിയെടുക്കലൊക്കെ വിചാരണ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ മാത്രം. വിചാരണ തുടങ്ങുന്നതിന് മുൻപ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? വഴിതെറ്റിപ്പോയ കുഞ്ഞാടായ മണവാളനെ തിരികെ കൊണ്ടുവരാനും മാനസാന്തരപ്പെടാനും മാർ ബോസ്കോ പുത്രൻ നടത്തിയ നിയമാനുസൃത ശ്രമങ്ങളെല്ലാം ഫലം കാണാതെ വന്നപ്പോഴാണ് കോടതി നടപടികൾ ആരംഭിച്ചത്. നിരവധി നടപടികൾ മാർ ബോസ്കോ പുത്രൻ എടുത്തു. ഈ വഴിതെറ്റിപ്പോയ കുഞ്ഞാടല്ല, തീർത്ത് നഷ്ടപ്പെട്ട കുഞ്ഞാടായ മണവാളനെ തിരികെ കൊണ്ടുവരാൻ. ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തില് കോടതിയിൽ മുൻപ് നൽകിയ പെറ്റീഷൻ മാർച്ച് 7 2025 മാർച്ച് 7 അതിനകത്ത് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. മാർ ബോസ്കോ പിതാവ് മണവാളിനെ മാനസാന്തരപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. പുത്തൂർ നൽകിയ സ്ഥലം മാറ്റ ഉത്തരവ് മണവാളൻ സ്വീകരിച്ചതായി ഇതുവരെ ഒരു രേഖയുമില്ല. അതുകൊണ്ടാണ് കോടതി നടപടികൾ തുടരുന്നത്. ഇപ്പോൾ കോടതി നടപടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്നെ ഇതേ കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ച പെറ്റീഷനിൽ മണവാളനെതിരെ ചുമത്തിയിരുന്നത് വളരെ ഗൌരവമായ കുറ്റകൃത്യങ്ങളാണ്. അനുസരണക്കേട്, കൃത്യവിലോപം, നിയമലംഘനം, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സ്പർദ്ധ വളർത്തല്, വിശ്വാസികളെ അനുസരണക്കേടിന് പ്രേരിപ്പിക്കല്, വൈദിക ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടസ്സപ്പെടുത്തല്,
പിന്നെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സിവിൽ കോടതിയെ സമീപിക്കല്. എത്ര കുറ്റങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ആണ് ഇതേ കോടതിയുടെ മുമ്പാകെ മണവാളിനെതിരെ ഈ കുറ്റകൃത്യങ്ങൾ പറഞ്ഞത്. ഈ കുറ്റങ്ങൾ ചെയ്തുവെന്ന് പ്രൊമോട്ടർ ജസ്റ്റിസിന് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാണ് ഈ കുറ്റവാളി എന്ന് പറഞ്ഞ മണവാളൻ നിരപരാധിയായത്? അങ്ങനെ നിരപരാധിയായിട്ടില്ലെങ്കിൽ പാമ്പ്ലാനി പിതാവിന് എങ്ങനെയാണ് ഈ പ്രൊമോട്ടർ ജസ്റ്റിസിലൂടെ ഈ കോടതിയോട് ശിക്ഷാ നടപടി നിർത്തിവെക്കണമെന്ന് പറയാൻ ആവശ്യപ്പെടുന്നത്? സിവിൽ കോടതിയിലെ കേസ് പിൻവലിക്കുന്നതിന് അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സിവിൽ കോടതിയിൽ കേസ് പിൻവലിക്കുന്നതിന് ബസിലിക്കയുടെ സീല് മണവാളൻ ദുരുപയോഗം ചെയ്തു. അത് തന്നെ മാനസാന്തരം ഇല്ലെന്നുള്ളതിന് തെളിവല്ലേ? അപ്പോൾ ഈ മാനസാന്തരം ഉണ്ടായോ മണവാളന്? മണവാളിനെതിരെയുള്ള കോടതി നടപടികൾ സ്ഥലം മാറ്റ ഉത്തരവ് സ്വീകരിക്കാത്തതിനും അനുസരണക്കേടിനുമാണ്. അല്ല, അതിനെ വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ പാമ്പ്ലാനി പിതാവ് അതുമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചൊരു അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ് പാമ്പ്ലാനി. ഈ വിശുദ്ധ കുർബാന അർപ്പണ രീതി സംബന്ധിച്ച് പാമ്പ്ലാനി പിതാവ് ഉണ്ടാക്കിയ സമവായവുമായിട്ട് മണവാളന്റെ കേസിന് ബന്ധമില്ല, നേരിട്ട് ബന്ധമില്ല. മണവാളന്റെ കേസ് എന്ന് പറയുന്നത് മെത്രാനനുസരിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറ്റകൃത്യങ്ങളാണ്. ഒരുപാട് നിയമലംഘനം, അനുസരണക്കേട്, അങ്ങനെ നമ്മൾ 5-6 കുറ്റകൃത്യങ്ങൾ കണ്ടു. ആ കുറ്റകൃത്യങ്ങളാണ്. പാമ്പ്ലാനിക്ക് വിധേയപ്പെട്ട മണവാളൻ മെഡിക്കൽ ലീവിൽ പോയി എന്നത് കോടതി നടപടികൾ അവസാനിപ്പിക്കാനുള്ള കാരണമേ അല്ല. നിയമാനുസൃതമായ എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും കൊടുത്തിട്ടും മാനസാന്തരപ്പെടാത്തതിന് മാത്രമാണ് മണവാളനെതിരെ കോടതി നടപടികൾ ആരംഭിച്ചത്. തീർന്നില്ല. ഇതേ കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് പള്ളിമേടയിൽ അനധികൃതമായി പാർത്തിരുന്ന ആളാണ് മണവാളൻ. മണവാളന് മാനസാന്തരം വന്നുവെന്ന് വസ്തുതാപരമായി കോടതിക്ക് ബോധ്യം വരുമോ? ഈ കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചിട്ടുണ്ട് മണവാളൻ. തീർന്നില്ല. മാനസാന്തരപ്പെട്ടുവെങ്കിൽ ബോസ്കോ പുത്രൻ നിയമിച്ച ഞാളിയത്തച്ഛനാണ് പള്ളി ഭരണം ഏൽപ്പിച്ച് മാറിപ്പോകേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് ഭരണമേൽപ്പിക്കാതെ ഞാളിയത്തച്ഛനും പോയി കഴിഞ്ഞിട്ട് വേറെ ആൾ വന്നപ്പോൾ അയാൾക്ക് പള്ളി ഭരണം ഏൽപ്പിച്ചിരിക്കുന്നു. ഇതെന്തോന്ന് മാനസാന്തരാണ്? ഞാളിയത്തച്ഛനല്ലേ ന്യായമായിട്ടും നിയമപ്രകാരവും അദ്ദേഹം പള്ളി ഭരണം ഏൽപ്പിക്കേണ്ടിയിരുന്നത്, ഇറങ്ങിപ്പോകേണ്ടിയിരുന്നത്? എത്ര പ്രാവശ്യം പറഞ്ഞതാണ്. കേരള ഹൈക്കോടതി പറഞ്ഞു, സഭാകോടതി പറഞ്ഞു. ഒരു ഉളുപ്പമില്ലാതെ ഭരണത്തില് അള്ളിപ്പിടിച്ചിരുന്ന ആളാണ് മണവാളൻ. ആ മണവാളനെ സംരക്ഷിക്കാൻ പാമ്പ്ലാനി ശ്രമിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, മണവാളൻ പണം കട്ടെടുത്തിരുന്നുവെന്ന് ഇതേ കോടതി മുമ്പത്തെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ലൂട്ടിംഗ് മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂട്ടിംഗ്, പണം കട്ടെടുക്കുന്നു. ആ പണം കട്ടെടുക്കുന്ന ആളെ പാമ്പ്ലാനി സംരക്ഷിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം പാമ്പ്ലാനി കള്ളന് കഞ്ഞിവെച്ചവനാണ്. ആ പണം കട്ടെടുക്കുന്നതിൽ നിന്ന് പാമ്പ്ലാനിക്ക് വിഹിതം കിട്ടുന്നുണ്ടാകണം. ഇല്ലെങ്കിൽ എന്തിനാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നത്? നിയമാനുസൃതമായി ആരംഭിച്ച കോടതി നടപടി ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കണമെങ്കിൽ കുറ്റവാളി മാനസാന്തരപ്പെടുകയും നീതി പുനഃസ്ഥാപിക്കപ്പെടുകയും ഉണ്ടായ ഇടർച്ച അല്ലെങ്കിൽ ഉതപ്പ് ഇല്ലാതാവുകയും വേണം. ഇവയൊന്നുമില്ലാതെ കോടതി നടപടികൾ നിർത്തിവെച്ചാൽ അത് കൂടുതൽ വലിയ ഇടർച്ചയ്ക്ക് കാരണമാകും. സഭയുടെ കോടതിയുടെ വിധികൾ സഭാഗാത്രത്തിനേറ്റ മുറിവുകൾ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അത് മാന്തി പിന്നും വ്രണമാക്കുന്നതിന് വേണ്ടിയല്ല. ഫാദർ വർഗീസ് മണവാളിനെതിരെ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്രന്റെ ഉത്തരവിന്മേലുള്ള നടപടികൾ നിലനിൽക്കുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ അതീവ ഗുരുതരമാണ്. ഗൌരവമായ നടപടികൾ നിർത്തിവെക്കാൻ സാധ്യമല്ല. ഇതാണ് കോടതി പറഞ്ഞത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഉത്തരവ് പിൻവലിക്കണമെന്ന പാമ്പ്ലാൻ അപേക്ഷ കാര്യകാരണങ്ങൾ സഹിതം കോടതി തള്ളി. എന്നിട്ട് കോടതി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 89-ലധികം വയസ്സുള്ള ഒരു കർദിനാളിനെ പരിശുദ്ധ സിംഹാസനം ഡിഫ്രോക്ക് ചെയ്തു, ഉടുപ്പൂരി വിട്ടു. കർദിനാളിനെ, 89 വയസ്സുള്ള കർദിനാളിനെ അദ്ദേഹം അൽമായനായിട്ട് മരിക്കേണ്ടി വന്നു. അക്കാര്യമൊക്കെ കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തീർന്നില്ല. മണവാളന് ശരിക്കും മാനസാന്തരം ഉണ്ടായെങ്കിൽ അദ്ദേഹം കോടതിയുടെ മുമ്പിൽ ഹാജരാകണ്ടേ? ഇതുവരെ കോടതിയുടെ മുമ്പാകെ ഹാജരായിട്ടില്ല. ഒരു കാരണം അതിന് ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഹാജരാകാതിരിക്കാൻ. അപ്പൊ എന്ത് മെഡിക്കൽ ലീവും എന്ത് ആരോഗ്യ പ്രശ്നമാണ്? ഇത്തരത്തിലുള്ള നിലപാടുകളും സഭയിൽ അംഗീകരിക്കാൻ കഴിയില്ല. ഇതുമൂലം സഭയിലുണ്ടായ ഉതപ്പ്, ഇടർച്ച വളരെ ഗൌരവമാണ്, അതീവ ഗൌരവമാണ്. അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ചുരുക്കത്തില് മുകളിൽ സൂചിപ്പിച്ച പല കാരണങ്ങളാലും മണവാളന്റെ അഡ്വക്കേറ്റിന്റെ ശുപാർശ അനുസരിച്ചും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതി ഉത്തരവില്, മണവാളിനെതിരെയുള്ള നിയമ നടപടികളുമായി കോടതി മുന്നോട്ട് പോകുന്നു. മണവാളിനെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കണമെന്ന്
പാമ്പ്ലാനി പിതാവ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെ നൽകിയ അപേക്ഷ കോടതി തള്ളിക്കളയുന്നു. ഇതാണ് ഇന്നലെ പുറപ്പെടുവിച്ചത്. ജൂലൈ 31-നാണ്. പക്ഷെ ഇന്നലെയാണ് നമുക്കത് അതിന്റെ ഉത്തരവ് കയ്യിൽ കിട്ടിയത്. അതെല്ലാം പ്രചരിക്കുന്നുണ്ട്. വലിയ നീണ്ട ഉത്തരവാണ്. അതിന്റെ ഒരുപാട് സാങ്കേതികത്വമുണ്ട്. ഇങ്ങനെ കാനഡിലെല്ലാം കോട്ട് ചെയ്തിട്ട് കോടതി ഉത്തരവുകൾ അങ്ങനെയാണല്ലോ. അപ്പൊ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത് ഓരോന്നും വിശദമായിട്ട് അറിയണമെങ്കിൽ അതിന്റെ ഇംഗ്ലീഷിന്റെ പകർപ്പാണ് ഈ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ഒത്തു നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാതെയും നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കോടതി വിധിയിലുള്ളത്. ഇതിൽ ചില കാര്യങ്ങൾ ഒന്ന് ഊന്നി പറയേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. ഈ പലരും ചോദിക്കാറുണ്ട്, അച്ഛൻ എന്തിനാണ് പാമ്പ്ലാനിയോട് ഇത്ര പക? പാമ്പാറ അച്ഛന് ഈ വിധി പുറപ്പെടുവിച്ച പാമ്പാറ അച്ഛനോ ആ വിധിയിൽ ഒപ്പിട്ട ജോയ് പാലിയേക്കർ അച്ഛനോ ജോസ് മാറാട്ടിൽ അച്ഛനോ പാമ്പ്ലാനി പിതാവിനോട് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടോ? ഇല്ല. ഇത് വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പ്രശ്നമല്ലല്ലോ. കുർബാനയെ അവഹേളിക്കുക, കൂതാശകൾ അനധികമായ കൂതാശ പരികർമ്മം ചെയ്യുക, നിയമം ലംഘിക്കുക, അനുസരണക്കേട് കാണിക്കുക, വൈദികരെ അവരുടെ കർമ്മങ്ങൾ ചെയ്യാനിട്ട് അനുവദിക്കാതിരിക്കുക, എന്തുമാത്രം കുറ്റകൃത്യങ്ങളാണ്. പണം അപഹരിക്കുക, അതിനെല്ലാം കൂട്ടുനിൽക്കുന്നതാണോ ശരി? അതിനെതിർക്കല്ലേ വേണ്ടത്? അപ്പോൾ സത്യവും നീതിയും ന്യായവും പുലരാൻ വേണ്ടി സഭയിൽ ഒരു അച്ചടക്കവും നിയമ സംവിധാനം പുലരാൻ വേണ്ടി പറയുന്നത് വ്യക്തിപരമായി വൈരാഗ്യമായിട്ട് കണക്കാക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ വ്യക്തിപരം വൈരാഗ്യമില്ല. അങ്ങനെ ഒരു ചോദ്യമേ അവിടെ ഉദിക്കുന്നില്ല. ഇനി പാമ്പ്ലാനിക്കെതിരായ ഈ കുറ്റകൃത്യങ്ങൾക്ക് ഒരുപാട് പാമ്പ്ലാനി ചെയ്ത കുറ്റകൃത്യങ്ങളും അദ്ദേഹത്തിനെതിരെ കോടതി വിധിയും ഒരുപാട് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണ്. അതേക്കുറിച്ച് നമുക്ക് മറ്റു ചില വീഡിയോസിൽ കൂടുതൽ ഞാൻ പറയാം. ഇത് ഞാൻ സന്തോഷിക്കുകയല്ല, പക്ഷെ ഒരു നിലയ്ക്ക് സന്തോഷിക്കുന്നുണ്ട്. എന്താണ്? ഒന്നിന് പുറകെ ഒന്നായി കുറ്റകൃത്യം ചെയ്തിട്ടും ഞെളിഞ്ഞ് നടന്ന് എല്ലാവരുടെയും മീതെ ഞാൻ വിജയിച്ചു നിൽക്കുന്ന ഒരു പാമ്പ്ലാനിയുടെ ഒരു അഹങ്കാരമുണ്ടായിരുന്നു. ആ അഹങ്കാരത്തിന്റെ തലയില് ഒരു കൊട്ടുകൊട്ടിയിരിക്കുകയാണ് പാമ്പാറയച്ചന്റെ കോടതി വിധി. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ആവർത്തിച്ചൊരു കാര്യമുണ്ട്. ഈ കർത്താവിനെ അടക്കം ചെയ്ത് കല്ലുരുട്ടി വെച്ച് മുദ്ര വെച്ച് കാവലേർപ്പെടുത്തി ഇനി അവൻ ഒരിക്കലും പുറത്തു വരികയില്ലെന്ന് വിചാരിച്ച ആ മഹാപുരോഹിതന്മാരുടെ അതേ കെട്ടുമട്ടുമായിരുന്നു പാമ്പ്ലാനിക്ക്. അവിടെയാണ് കർത്താവിന്റെ മാലാഖ വന്ന് ആ കല്ലുരുട്ടി മാറ്റി അതിന്റെ മേലെ ഇരുന്നത്. അങ്ങനെ കല്ലുരുട്ടി മാറ്റി ഇരുന്ന മാലാഖ ഇരുന്നതിന്റെ ഒരു പ്രതീതിയാണ് ഈ പാമ്പാറയച്ചന്റെ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ദൈവം ഇടപെട്ടു എന്നതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല, ഈ മണവാളനെ പുറത്താക്കാൻ വേണ്ടി 1 മാസത്തോളമാണ് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു സമരവുമായിട്ട് നമ്മുടെ പെങ്ങന്മാര് ആ പള്ളിയുടെ മുമ്പിൽ കുത്തിയിരുന്നത്. 1 മാസം. ആ അവർക്കുണ്ടായ ധാർമ്മിക ബോധത്തിന്റെ 10,000-ലൊരു അംശം ഈ പാമ്പ്ലാനി പിതാവിന് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ അദ്ദേഹത്തിന് ധാർമ്മിക ഒരു അംശമുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. ഇന്ന് രാജിവെക്കണം. അല്ലെങ്കിൽ അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, തിരുവചനത്തിൽ വിശ്വസിക്കുന്നില്ല, സഭയുടെ സംവിധാനം വിശ്വസിക്കുന്നില്ല, ഒരു മെത്രാനായിരിക്കാൻ യോഗ്യതയില്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. നമ്മുടെ മനസ്സിൽ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടി വെളിപ്പെടും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തട്ടിലെണ്ണും കിട്ടി കോടതിയുടെ തട്ട്. 2025 ജൂലൈ 31 സഭാ കോടതി സ്പെഷ്യൽ ട്രിബ്യൂണല് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവില് പാമ്പ്ലാനി പിതാവ് അധികാരം ദുർവിനിയോഗം ചെയ്തു, ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചു, അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നു, കാനൺ നിയമം കാറ്റിൽ പറത്തി, അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മണവാളന്, ഫാദർ വർഗീസ് മണവാളന് ബസലിക്കുന്ന പണം കട്ടെടുക്കുന്നു, നിയമലംഘനം നടത്തി, അനുസരണക്കേട് കാണിച്ചു, വൈദികരെ കൃത്യനിർവഹണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു അല്ലെങ്കിൽ തടസ്സമുണ്ടാക്കി, കുമ്പസാരം കേൾക്കാൻ അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത കുമ്പസാരം കേട്ടു, അങ്ങനെ ഗൗരവമായി തെറ്റ് ചെയ്തു. ഇങ്ങനെ നിരവധിയായ പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടും ഒത്താശ ചെയ്തു കൊടുത്ത് പാമ്പ്ലാനി പിതാവാണ് അതിന്. പാമ്പ്ലാനി പിതാവിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ് തട്ടൽ പിതാവിനെതിരെയും കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
പാമ്പ്ലാനിക്കെതിരെയുള്ള കോടതി വിധിയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെതിരെയും പരാമർശമുണ്ട്. സസ്പെൻഷൻ വഴി നിർബന്ധിത അവധിയിൽ കഴിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മെഡിക്കൽ ലീവ് കൊടുക്കാൻ കഴിയുക? പാമ്പ്ലാനിക്ക് സസ്പെൻഷൻ വഴി നിർബന്ധിത അവധിയിലാണ് മണവാളൻ. അങ്ങനെ നിർബന്ധിത അവധിയിൽ കഴിയുന്ന ആൾക്ക് മെഡിക്കൽ ലീവ് കൊടുക്കുക പാമ്പ്ലാനി. ഇതാണ് പാമ്പ്ലാനി ചെയ്തത്. അപ്പൊ ഇങ്ങനെ അനധികൃതമായി ലീവ് അനുവദിക്കുക. സസ്പെൻഷനിൽ ലീവിലാണ്, സസ്പെൻഷനിൽ കഴിയാണ്, അയാൾക്ക് മെഡിക്കൽ ലീവ് അനുവദിക്കുക. ഇതൊക്കെ ലോകത്തെ നാട്ടുനടപ്പുള്ള കാര്യങ്ങളാണോ? അധികാരത്തിനും അതീതമായ കാര്യങ്ങൾ ചെയ്യുക, ദുർവിനിയോഗം ചെയ്യുക. ഇതെല്ലാം കണ്ടും കേട്ടും തട്ടിൽ പിതാവ് ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹത്തിന് വികാരി മെത്രാപ്പോലത്തെ മാത്രമല്ലേ പാമ്പ്ലാനി? ഒരു പ്രോട്ടോസിഞ്ചലിസന്റെ അധികാരമേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പാമ്പ്ലാനി പിതാവിനുള്ളൂ. മേജർ ആർച്ച് ബിഷപ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിയമാനുസൃത അധികാരി. തനിക്ക് കീഴിലുള്ള ഈ വികാരി മെത്രാപ്പോലിത്ത ഇതുപോലെ പണം കട്ടെടുക്കുന്ന ആളെ സഹായിക്കുക, നിയമലംഘനം നടത്തുന്ന ആളെ സഹായിക്കുക, അനുസരണക്കേട് നടത്തുന്ന ആളെ സഹായിക്കുക, അദ്ദേഹത്തിന് സസ്പെൻഷനിലായിരിക്കുമ്പോൾ മെഡിക്കൽ ലീവ് കൊടുക്കുക, അതിനൊത്താശ ചെയ്യുക. പിന്നെ മുമ്പത്തെ വിധിയിൽ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നിയമാനുസൃതമല്ലാത്ത സമിതികൾ വിളിച്ചു കൂട്ടുക. ഇതെല്ലാം തട്ടിൽ പിതാവിനെതിരെ റോമായിൽ പരാതി പോയിട്ടുണ്ട്. പരാതി പോയിട്ടുള്ള കാര്യം എനിക്ക് നേരിട്ടറിയാം. അവര് റോമിൽ നടപടികൾ എപ്പോഴും വരുന്ന കാര്യം കണ്ടറിയാം. അപ്പോൾ ഇങ്ങനെ തന്റെ കീഴിലുള്ള വികാരി മെത്രാപ്പോലീത്ത പാമ്പ്ലാനി പിതാവ് ഈ ഏകഛത്രാധിപതികളെ പോലെ എന്താ പറയാ, ഡിക്റ്റേറ്റേഴ്സിനോ ഏകഛത്രാധിപതികള്, സ്വേച്ഛാധിപതികള്, അവരെ പോലെ ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ ഈ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് എവിടെ നോക്കി ഇരിക്കുകയായിരുന്നു എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് എന്താണ് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റാത്തത്? എന്താ അദ്ദേഹത്തിന് മനസ്സിലാകാത്തത്? വികാരി മെത്രാപ്പോലീത്ത നിയന്ത്രിക്കണമെന്നും അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യണമെന്നും അതിരൂപതയുടെ പ്രോട്ടോസെഞ്ചലിസം മാത്രമാണ് വികാരി മെത്രാപ്പോലീത്ത പാമ്പ്ലാനി പിതാവെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വികാരിയുടെ പ്രവൃത്തികൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് ഉത്തരവാദിയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞൊരു കാര്യം ഇപ്പൊ ആവർത്തിക്കുകയാണ്. ഈ താൻ എന്ത് ചെയ്താലും അതിന്റെ ഭാരമെല്ലാം മേജർ ആർച്ച് ബിഷപ്പിലാണ് വന്നു ചേരുക, തന്റെ മേൽ വീടുകയില്ല എന്നൊരു അഹങ്കാരം, ധാർഷ്ട്യം, അത് മനസ്സിലിട്ടുകൊണ്ടാണ് പാമ്പ്ലാനി പിതാവ് ഈ തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്നത്. സഭയുടെ സകല നിയമങ്ങളും കാറ്റിൽ പറത്തുന്നത്. താൻ എന്ത് ചെയ്താലും തനിക്കല്ല ഉത്തരവാദിത്തം വരിക, അത് മുഴുവൻ തട്ടിൽ പിതാവിനാണ് വരിക എന്ന് പാമ്പ്ലാനി പിതാവ് വിചാരിക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമോ വെളിവോ ഒരു പക്ഷേ തട്ടിൽ പിതാവിന് ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞാടാനായിട്ട് അനുവദിക്കുവോ? ആരെങ്കിലും തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ തന്റെ കീഴിലുള്ള ഒരു അധികാരിയോ ഇതുപോലെ സകല നിയമങ്ങളും കാറ്റിൽ പറത്തുക, സകല നിയമലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കുക, സകല അഴിമതിക്കും കൂട്ടുനിൽക്കുക, അത് നിയന്ത്രിക്കില്ലേ? ഒന്നുകിൽ തട്ടിൽ പിതാവ് ഇതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിനാൽ പാമ്പ്ലാനി പിതാവിനേക്കാൾ കുറ്റക്കാരനാണ്. പാമ്പ്ലാനി പിതാവിനേക്കാൾ കുറ്റക്കാരനാണ് തട്ടിൽ പിതാവ്. ശരിക്ക് ഇപ്പൊ ചെയ്യേണ്ടത് ഒരല്പം സഭയുടെ നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരല്പം നന്മ ശേഷിക്കുന്നെങ്കിൽ തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും രാജിവെച്ച് മാതൃക കാണിക്കുകയാണ് വേണ്ടത്. ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പ്രാർത്ഥനയും ഉപവാസം വരെ കഴിയുകയാണ് വേണ്ടത്. എങ്കിലേ സഭയ്ക്ക് ഉണ്ടായ ഈ മുറിവ്, സഭയ്ക്ക് ഏറ്റിരിക്കുന്ന ഈ ആഘാതം, അത് അല്പമെങ്കിലും കുറയ്ക്കാൻ കഴിയൂ. ഇത് ലോകത്തുള്ള സകല മനുഷ്യരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പറയണേ. ഇനിയിപ്പോ ഈ മെത്രാൻ സെനറ്റ് വരുന്നു, ഓഗസ്റ്റിൽ മെത്രാൻ സെനറ്റ് വരികയല്ലേ. മെത്രാമാർ ഇക്കാര്യങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കുന്നില്ലെങ്കിൽ, ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, എന്താണ്? ഇതൊക്കെയാണ് നിയമങ്ങൾ, ഇങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ വേണ്ടത്. ഇപ്പൊ എറണാകുളത്ത് കാട്ടിക്കൂട്ടിയിരിക്കുന്ന മുഴുവൻ കാനൻ നിയമങ്ങൾക്കും കത്തോലിക്ക സഭയ്ക്കും വിരുദ്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾ നേരെ വഴിക്ക് പോകുന്നില്ലെങ്കിൽ, അതായത് നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ലെങ്കിൽ, റോമിൽ നിന്ന് വരുന്ന ഉത്തരവുകളൊക്കെ നിങ്ങൾ പൂഴ്ത്തിവെക്കുകയോ അതിന് അവിടെ ഇവിടെയും തൊടാത്ത ചില മറുപടികൾ കൊടുക്കുകയോ ചെയ്താൽ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, എറണാകുളം അങ്കമാലി അതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ അവിടെ എത്തിക്കും. ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം സ്ലോ ആയിരിക്കും കാര്യങ്ങൾ, കാരണം നിങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ മെത്രാൻ സിനഡിനോടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ഞങ്ങൾ പാവപ്പെട്ടവർ, ഞങ്ങൾ ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് കാര്യങ്ങളില്ല, ഔദ്യോഗിക ചാനലുകളില്ല. ഞങ്ങൾ പറയുന്നതിന് നിങ്ങൾ പറയുന്നത്ര വിലയുണ്ടാകില്ല റോമിൽ ചിലപ്പോൾ, പക്ഷേ ഞങ്ങളത് അറിയിച്ചുകൊണ്ടിരിക്കും. ഇനി ആ അറിയിപ്പ് തന്നെയല്ല,
ഞങ്ങൾ എല്ലാവരും ഉള്ളുരുക്കി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും തപസ്സെടുക്കുകയും ചെയ്യുന്നത് സഭയിൽ നീതിയും ന്യായവും സത്യവും പുലരാൻ വേണ്ടിയാണ്. മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കുർബാന നടപ്പാക്കാൻ വേണ്ടിയാണ്. അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങൾ കർത്താവിന്റെ കൂടെയാണ്, ഞങ്ങൾ കർത്താവിന്റെ സഭയുടെ കൂടെയാണ്. അതിനാൽ മെത്രാൻ സിനഡിലെ മെത്രാന്മാരെ, നിങ്ങൾ ഗൗരവത്തോടെ വേണം ഈ മെത്രാൻ സിനഡിനെ സമീപിക്കാൻ. ഇവിടെ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകൾക്ക് നിങ്ങളൊരു പരിഹാരമാർഗം കണ്ടെത്തിയില്ലെങ്കിൽ, ശക്തമായ നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോരുന്നില്ലെങ്കിൽ, അങ്ങനെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പതുങ്ങിക്കിടക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ സഭയുടെ കൂടെയാണ്, മാർപ്പാപ്പയുടെ കൂടെയാണെങ്കിൽ. അതല്ല, ഞങ്ങൾ സൂയിയൂരി സഭയാണ്, സ്വയാധികാര സഭയാണ്, വ്യക്തിഗത സഭയാണ് എന്നെല്ലാം മാർപ്പാപ്പയെയും പിന്നെ പരിശുദ്ധ സിംഹാസനത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരൊന്നും ഇടപെടുകയില്ല, എല്ലാ അധികാരവും ഞങ്ങൾക്കാണ് എന്നുള്ള അഹങ്കാരത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഈ സ്വയാധികാര സഭയുടെ സ്വയം അധികാരം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ ഞങ്ങൾ പരിശ്രമിക്കും. എന്ത് തെമ്മാടിത്തരവും, എന്ത് അന്യായവും, എന്ത് അനീതിയും ചെയ്യാനുള്ള ഒരു സ്വയാധികാര സഭയല്ല കത്തോലിക്ക സഭയിൽ സ്വയാധികാര സഭ. സ്വയാധികാര സഭയാണ്. അത് അന്യായം ചെയ്യാനല്ല, അനീതി ചെയ്യാനല്ല, അസത്യത്തിന് കൂട്ടുനിൽക്കാനല്ല, അഴിമതിക്ക് കൂട്ടുനിൽക്കാനല്ല, നിയമലംഘനം പ്രോത്സാഹിപ്പിക്കാനല്ല, അനുസരണക്കേട് പ്രോത്സാഹിപ്പിക്കാനല്ല. അതിനാൽ ഈ സിനഡ്, ഈ മെത്രാൻ സിനഡ് കൃത്യമായ ഫോർമുലയും കൃത്യമായ ആളുകളുമായിട്ടല്ല മുന്നോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അപ്പുറത്തായിരിക്കും ഞങ്ങളുടെ പ്രതികരണമെന്ന് ഒരു സ്നേഹബുദ്ധിയെ പറയാണ്. ഇത് ഭീഷണിയോ ഒന്നുമല്ല, ഞങ്ങളുടെ വേദനയാണ് പറയുന്നത്. ഞങ്ങളുടെ വേദന തിരിച്ചറിയാതെ 10-15 കൊല്ലം എറണാകുളത്ത് ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് കരുതിയാൽ ഞാൻ സഭയിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പും താക്കീതും നൽകും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുലിവാല് പിടിച്ച് പാമ്പ്ളാനി പുറത്തേക്കോ? അഴിമതി ചെയ്ത് നിയമലംഘനം നടത്തി അനുസരണക്കേട് കാണിച്ച് വൈദികരെ കൂദാശലർപ്പിക്കൽ നിന്ന് തടസ്സപ്പെടുത്തി അങ്ങനെ സഭാ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ച ഫാദർ വർഗീസ് മണവാളനെ അനധികൃതമായി നിയമം വിട്ട് സംരക്ഷിച്ച പാമ്പ്ളാനി പിതാവ് പെട്ടു. 2025 ജൂലൈ 31 സ്പെഷ്യൽ ട്രിബ്യൂണൽ സഭാ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. അതിലത്തെ വാചകം തന്നെ ഞാൻ പറയാണ്, ഇംഗ്ലീഷിലാണ്, അത് ഞാൻ മലയാളീകരിച്ച് പറയാണ്. മണവാളൻ, ഫാദർ വർഗീസ് മണവാളൻ അനധികൃതമായി കുമ്പസാരം കേട്ടതും, അതായത് അദ്ദേഹത്തിന് സസ്പെൻഷനിലായിരിക്കുമ്പോൾ കുമ്പസാരം കേൾക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല, കുർബാന ചൊല്ലാൻ അനുവാദമുണ്ടായിരുന്നില്ല. കുമ്പസാരം കേട്ടതും കൂദാശ പരികർമ്മം ചെയ്തതും ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ, അനുക്തസിദ്ധമായി സഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന കുറ്റകൃത്യമാണ്. ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിശ്വാസ തിരുസംഘത്തിന് മുൻപാകെ ഉടനടി അയച്ചു കൊടുക്കേണ്ടതാണ്. അത് പൗരത്വ തിരുസംഘത്തിൽ അല്ല, വിശ്വാസ തിരുസംഘത്തിന് അയച്ചു കൊടുക്കേണ്ടതാണ്. ഈ കോടതിയിലെ ഉത്തരവിലൊരു കാര്യമാണ്. അതാരാണ് അയച്ചു കൊടുക്കേണ്ടത്? പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ അത് ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിലാണ്. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന സഭയുടെ നിയമങ്ങള് നിയമ സംവിധാനം നിലനിൽക്കുന്നു എന്ന് ഉറപ്പാക്കാൻ, സഭയിൽ സത്യം പുലരുന്നു എന്ന് ഉറപ്പാക്കാൻ, നീതി പുലരുന്നു എന്ന് ഉറപ്പാക്കാൻ, ന്യായം പുലരുന്നു എന്ന് ഉറപ്പാക്കാൻ, അനുസരണക്കേട് ഉണ്ടാവുന്നില്ല, നിയമലംഘനം ഉണ്ടാകുന്നില്ല, അഴിമതി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്. ആ വാക്ക് തന്നെ നോക്കിയാൽ നീതിയെ പ്രൊമോട്ട് ചെയ്യുന്ന ആള്, നീതിയെ സംരക്ഷിക്കുന്ന ആള്. ആ ആള് ഇത്രയും കൊടിയ അനീതി സംഭവിച്ചിട്ട്
അതായത് കുമ്പസാരം കേൾക്കാൻ അനുവാദമില്ലാത്ത ഒരാള് കുമ്പസാരം കേൾക്കുക, കുർബാന ചൊല്ലാൻ അനുവാദമില്ലാത്ത ഒരാള് കുർബാന ചൊല്ലുക, മറ്റു കൂദാശകൾ പരിക്രമം ചെയ്യുക. ഇത്രയും ഗൗരവമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് അത് വിശ്വാസ തിരുസംഘത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഉടനത് അറിയിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. തീർന്നില്ല. ഇങ്ങനെയുള്ള ഒരാളെയാണ് അതിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹം ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് വിശ്വാസ തിരുസംഘത്തിന് മുമ്പാകെ സമർപ്പിക്കണം. അതാണ് കോടതി ഉത്തരവ്. ഇനി അങ്ങനെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് പാമ്പ്ലാനിയുടെ അടിമയാണെന്ന് അങ്ങനെ സമർപ്പിച്ചില്ലെങ്കിൽ കോടതി നേരിട്ട് സമർപ്പിക്കുമെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ട്രിബ്യൂണല്, സഭ സ്ഥാപിച്ച സ്പെഷ്യൽ ട്രിബ്യൂണല് ഈ മണവാളനെതിരെയുള്ള കുറ്റകൃത്യം, ഗൗരവമായ കുറ്റകൃത്യം വിശ്വാസ തിരുസംഘത്തെ അറിയിക്കും, രേഖമൂലം അറിയിക്കും. മണവാളൻ ഇനി എത്ര നാൾ വൈദികനായിട്ട് ഉണ്ടാകുമെന്നും കണ്ടറിയാം. മണവാളൻ എത്ര കാലം ഇനി കത്തോലിക്ക സഭയിൽ പുരോഹിതനായിട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം. അദ്ദേഹത്തെ എന്നാണ് ഉടുപ്പൊരി വിടുക എന്ന് നമുക്ക് കണ്ടറിയാം. നമ്മുടെ കൺവെട്ടത്ത് തന്നെ നമുക്ക് കണ്ടറിയാം. കോടതി അത് വിശ്വാസ തിരുസംഘത്തിന് മുമ്പാകെ ഏൽപ്പിക്കുമെന്നാണ്. ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ വേറെ കുറച്ചുപേര് കൂദാശ വിലക്കുള്ള ഒരു കൂദാശ അർപ്പിച്ച് നടക്കുന്നുണ്ട്, ഇല്ലേ? അവരുടെ മസിൽ പവർ കാണിച്ചിട്ട് ഞങ്ങൾ ജയിച്ചുടാ എന്നും പറഞ്ഞിട്ട് മുട്ടമ്പള്ളിയിലോ മരുത്തോർവട്ടത്തോ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അവിടെ മരുത്തോർവട്ടത്തല്ല, മുട്ടമ്പള്ളിയില്, ഞാൻ ഓർക്കുന്നില്ല, പള്ളി പറയുന്നതിൽ തെറ്റ് വന്നിട്ട് ക്ഷമിക്കാം. ഈ കൂദാശ മരുത്തോർവട്ടം ഇല്ല കേട്ടോ. കൂദാശ വിലക്കുള്ള വൈദികര് കൂദാശകൾ പരികർമ്മം ചെയ്യുന്നുണ്ട്. ഈ മണവാളൻ ചെയ്ത അതേ തെറ്റുകളാണ്. അവർക്കും പണി വരുന്നു. ഈ മണവാളിന് വരുന്ന പണി അവർക്കും വരുന്നു. തീർന്നില്ല. മുണ്ടാടനെതിരെ നടപടിയെടുക്കണമെന്ന് സിറിൽ വാസിൽ പിതാവ് പറഞ്ഞിരുന്നു. അത് കേട്ടില്ല, നമ്മുടെ സിനഡ് കേട്ടില്ല. ഇപ്പോ സിറിൽ വാസിൽ പിതാവ് ഇവരെല്ലാം പറഞ്ഞു തന്നിട്ടാണ് സിറിൽ വാസിൽ പിതാവിനെ ഇല്ലേ പുറത്താക്കി അങ്ങനെ ചെയ്യുന്നതൊക്കെയാണ്. അദ്ദേഹം റോമിലെ ഒരു 7 കമ്മിറ്റി മെമ്പറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന കമ്മിറ്റിയിൽ അദ്ദേഹം നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട് എറണാകുളത്ത് എന്തൊക്കെയാണ് നടക്കണമെന്ന്. മനസ്സിലായോ? നേരിട്ട് അദ്ദേഹം ദൃക്സാക്ഷിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു കോടതിയില് വത്തിക്കാനില് 7 ജഡ്ജിമാരില്, ജഡ്ജെന്നോ അറിഞ്ഞോടെ എങ്ങനെ വിളിക്കണ്ടെന്ന്, അതിൽ അംഗമാണ് സിറിൽ വാസിൽ പിതാവ്. അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് എറണാകുളത്ത് എന്താ നടക്കണേന്ന്. അതിനേക്കാൾ ഗൗരവമായ കാര്യമുണ്ട്. ഈ മണവാളൻ അങ്ങനെ കുറ്റകൃത്യം ചെയ്തു, കൂദാശ വിലക്കുള്ളവർ അത് ചെയ്തു. അതിനെല്ലാം പിന്തുണയും ഒത്താശയും സംരക്ഷണവും കൊടുക്കുന്നത് ആരാണ്? തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും. അപ്പൊ ആ 2 പേരും സഭയിലും എത്രമാരായിട്ട് ഉണ്ടാകുമോ? എനിക്ക് സംശയമാണ്. അപ്പൊ പറയും മാണിപ്പറമ്പിളിച്ചൻ പറഞ്ഞ ഏത് പ്രവചന പൂർത്തിയായിട്ടുള്ളെന്ന്. ഏത് പ്രവചന പൂർത്തിയാകാണ്ടിരിക്കുന്നേ? ആകാണ്ടായാണേ. കരിയിൽ പിതാവ് പുറത്തു പോകുമെന്ന് ഞാൻ പറഞ്ഞു, പോയി ഇല്ലേ? ഈ സിറിൽ വാസിൽ പിതാവ് പറഞ്ഞ നടപടികൾ എടുത്തില്ലെങ്കിൽ ബന്ധപ്പെട്ട് രാജിവെക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. 2 പേരും രാജിവെക്കേണ്ടി വന്നില്ലേ? ഏത് കാര്യം ഞാൻ പറഞ്ഞ് നടക്കാണ്ട് വന്നിരിക്കുന്നത്? എറണാകുളത്ത് നിങ്ങൾ കളിയാക്കുന്ന കൽദായ കുർബാന, നിങ്ങൾ കളിയാക്കുന്ന പൃഷ്ഠ കുർബാന ചൊല്ലിയിട്ടേ അടങ്ങൂ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ അതിലേക്ക് വന്നില്ലേ? ഏത് സമയത്തെങ്കിലും ആവട്ടെ, ഈ കുർബാന ചൊല്ലുന്നതിനേക്കാൾ ഞങ്ങൾ തൂങ്ങിച്ചാവെന്ന് പറഞ്ഞവരല്ലേ? എന്തേ കയറ് കിട്ടിയില്ലേ തൂങ്ങിച്ചാവാൻ? നിങ്ങളത് ചൊല്ലിയില്ലേ? ഇപ്പൊ ചൊല്ലുന്നല്ലേ? ഈ 328 പള്ളികളിൽ ഒരു പള്ളിയിൽ പോലും ചൊല്ലില്ലെന്ന് പറഞ്ഞ് കട്ടിൽ സമരമായിട്ട് നടന്നവരല്ലേ നിങ്ങള്? എന്നിട്ട് ചൊല്ലാൻ നിർബന്ധിതരായില്ലേ? അപ്പൊ മാണിപ്പറമ്പിളിച്ചൻ പറഞ്ഞ കാര്യങ്ങളല്ലേ നടക്കുന്നത്? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അധികം താമസിയാതെ, അതായത് കൂദാശ വിലക്കുള്ളവര് കൂദാശയിൽ പരികർമ്മം ചെയ്യുക, കുമ്പസാരിപ്പിക്കാൻ അനുവാദമില്ലാത്ത അച്ഛൻ കുമ്പസാരിപ്പിക്കുക, എന്തൊരു വലിയ തെറ്റാണത്? കുർബാന ചൊല്ലാൻ അനുവാദമില്ലാത്ത ആൾ കുർബാന ചൊല്ലുക, ഓട്ടോമാറ്റിക് സഭാഭ്രഷ്ടാണ്. ഓട്ടോമാറ്റിക് സഭയിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് അത് ചെയ്യുമ്പോൾ തന്നെ. അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കാനായിട്ട് തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും നിങ്ങൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചോളൂ. എന്നാണ് ഇവര് സഭയിൽ നിന്ന് പുറത്തു പോകുന്ന ഡേറ്റുകൾ നിങ്ങൾ ആലോചിച്ചോളൂ. കർദിനാളിനെ പുറത്താക്കിയ കാര്യമൊക്കെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. 89 വയസ്സുള്ള ഒരു കർദിനാളിനെയാണ് പരിചിത സിംഹാസനം പുറത്താക്കിയത്. 89 വയസ്സുള്ള കർദിനാളിനെ. അദ്ദേഹം മരിച്ചത് ഒരു അൽമായനെ പോലെയാ. കർദിനാളായിരുന്നു, കർദിനാള്. അപ്പൊ തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും പുലിവാലി പിടിച്ച് കിടക്കുകയാണ്. ഇപ്പൊ ഈ മെത്രാൻ സിനഡില്
മറ്റ് മെത്രാന്മാര്, തട്ടിലും പാമ്പ്ലാനും ഒഴികെയുള്ള മെത്രാന്മാര് ഈ തട്ടിലിനും പാമ്പ്ലാനിക്കും സംരക്ഷണം ഒരുക്കിയാൽ അവരും, നമ്മൾ ഈ പുറത്തെ നിയമമുണ്ടല്ലോ, സഭയുടെ നിയമമല്ലാതെ രാഷ്ട്രത്തിന്റെ നിയമം, അവിടെ എന്താ പറയുക, കുറ്റവാളിയെ സംരക്ഷിക്കുന്നവരും കുറ്റവാളികളാണ്. ഈ മറ്റ് മെത്രാൻ സൈഡിലെ മെത്രാന്മാര് എത്ര പേർക്ക് ബോധമുണ്ട്, ബുദ്ധിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതുവരെയും അവർ കൃത്യം ഒരു നിലപാട് കാണിച്ചിട്ടില്ല. അവരുടെ ഇപ്പോഴും വിചാരിക്കുന്നത് 10-15 കൊല്ലം ഇങ്ങനെ പോകട്ടെ എന്നാണ്. അത് ആത്മഹത്യാപരമാണെന്ന് ഞാൻ മെത്രാൻ സിനഡിൽ പറയാണ്. കാരണം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അത് 10-15 കൊല്ലം ഇങ്ങനെ പോകട്ടെ എന്ന്. ഇങ്ങനെ മനുഷ്യരെ പീഡിപ്പിക്കാൻ നിങ്ങൾക്ക് കണ്ണിൽ ചോരയില്ലെങ്കിൽ ഇത്തവണ തട്ടിലിനെയും പാമ്പ്ലാനെയും സംരക്ഷിക്കാനുള്ള മെത്രാൻ സിനഡ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ ഈ സിനഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടറിയേണ്ടി വരും. ഇതൊരു ഭീഷണിയല്ല, സങ്കടമാണ്. സങ്കടം, രോദനം, അൽമായരുടെ രോദനം, സാധാരണ വിശ്വാസത്തിലുള്ള രോദനമാണ്. അതിനാൽ ഈ മെത്രാൻ സിനഡ് നിങ്ങൾ വളരെ ഗൗരവത്തോടെ തട്ടിലിനെയും പാമ്പ്ലാനെയും നിലയ്ക്ക് നിർത്താനും ഇതുവരെ ചെയ്തു കൂട്ടിയ തെറ്റുകൾ തിരുത്താനും എറണാകുളത്ത് സഭയുടെ കുർബാന നടപ്പാക്കാനും മനസ്സ് വെക്കണം. ഞാൻ ആവർത്തിക്കുകയാണ്, മനസ്സ് വെച്ചാൽ, പണ്ട് ഞാൻ 3 മാസം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പരിഹരിക്കാൻ, ഇപ്പൊ അത്ര പോലും വേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇതെന്റെ വാക്കാണ്. ഇത് ഞാൻ സഭയ്ക്ക് വേണ്ടിയാണ് പറയണത്. ഞാൻ നിങ്ങൾക്കെതിരല്ല, നിങ്ങൾക്ക് അനുകൂലമാണ്. അതായത് ഒരു സഭ മുഴുവൻ ഒരു ശീശ്വയിലും പാഷാണ്ഡതയിലും ആയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഈ റിപ്പോർട്ടുകൾ റോമിലെത്തട്ടെ. നമുക്കറിയാം റോം എന്താ ചെയ്യാന്ന്. തട്ടിലിന്റെ ഭാവിയും പാമ്പ്ലാന്റെ ഭാവിയും എന്തൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുക, മെത്രാന്മാരെല്ലാവരും കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുന്നവരായി മാറി കുറ്റം ചെയ്യുന്നവരാകരുത്. കുറ്റവാളികൾക്ക് കൂട്ടുനിന്ന് കുറ്റം ചെയ്യുന്നവരായി മാറരുത് മെത്രാൻ സിനഡിലെ മെത്രാന്മാര്. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന പ്രത്യാശയിൽ നിങ്ങൾ ചങ്കൂറ്റം കാണിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാണ് ആത്മശക്തി, ഫോർട്ടിറ്റ്യൂഡ്, ധൈര്യം. അത് കാണിക്കുമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സഭയിൽ സമാധാനമായി, ഏത് സഭയിൽ? കോടതിയുടെ ചോദ്യം. 2025 ജൂലൈ 31 സ്പെഷ്യൽ ട്രിബ്യൂണല്, സഭാ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിന് കൊടുത്തിരിക്കുന്ന ഉത്തരവ്, അത് തത്വത്തിൽ പാമ്പ്ലാനി പിതാവിനെതിരെയും തട്ടിൽ പിതാവിനെതിരെയുമുള്ള ഉത്തരവാണ്. അതിനകത്ത് പാമ്പ്ലാനി പിതാവ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ അച്ഛനിലൂടെ കോടതിയുടെ മുമ്പാകെ ഒരു അപേക്ഷ ഇങ്ങനെ വെച്ചു. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയില് ഇപ്പോൾ പാമ്പ്ലാനി പിതാവ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സമവായം അനുസരിച്ച് അവിടെ പ്രതീക്ഷയും സമാധാനവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മണവാളനെതിരെയുള്ള ശിക്ഷാ നടപടികൾ അത് നിർത്തിവെക്കണം. നിങ്ങൾക്ക് എന്റെ കാര്യം മനസ്സിലായ? എറണാകുളം അങ്കമാലി അതിരൂപതയില് ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ള സമവായ മാർഗരേഖ അനുസരിച്ച് സാവകാശം പ്രതീക്ഷയും സമാധാനവും കൊണ്ടുവരികയാണ്. അതുമായി ബന്ധപ്പെട്ട് മണവാളന്റെ വിചാരണ അല്ലെങ്കിൽ ശിക്ഷാ നടപടി നിർത്തിവെക്കണം. പാമ്പ്ലാനിയുടെ ഈ വാദം കേട്ട് കോടതിയുടെ നിരീക്ഷണം, ആദ്യത്തെ നിരീക്ഷണം എങ്ങനെയാണ്? ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ, ഇല്ലേ? ഇറ്റ് ഈസ് സ്ട്രേഞ്ച് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇംഗ്ലീഷിൽ. ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ കോടതി പറയാ. 2, ഇത്തരം വരട്ട് തത്വവാദങ്ങൾ സ്വീകാര്യമല്ല, അംഗീകരിക്കാനും കഴിയില്ല. ഇത്തരം വരട്ട് തത്വവാദങ്ങൾ. എന്താണ് ഈ വരട്ട് തത്വവാദം എന്ന് പറയാൻ കാരണം? ഇംഗ്ലീഷിൽ മറ്റൊരു പ്രയോഗമായിരിക്കും കേട്ടോ. കോടതി പറയാണ്, ഈ മണവാളന്റെ കേസ് എന്താണ്? മണവാളന്റെ കേസ് നിയമലംഘനം, അനുസരണക്കേട്, അനുവാദമില്ലാതെ സസ്പെൻഷനിലായിരിക്കെ കൂതാശകൾ അർപ്പിക്കുക, പിന്നെ സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാതിരിക്കുക. മനസ്സിലായോ? പിന്നെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സിവിൽ കോടതി കേസ് കൊടുക്കുക, അവിടെ കുർബാന അർപ്പിക്കാൻ വന്ന വൈദികരെ തടസ്സപ്പെടുത്തുക, പണം കട്ടെടുക്കുക. അതും ഏകീകൃത കുർബാന തമ്മിൽ എന്താ ബന്ധം? കോടതി ചോദിക്കുകയാണ്. നിങ്ങളിപ്പോ ഉണ്ടാക്കിയ സമവായവും മണവാളം ചെയ്ത കുറ്റകൃത്യങ്ങൾ തമ്മിൽ എന്താണ് നേരിട്ട് ബന്ധം തോള്ളേ? പണം കട്ടെടുക്കുന്നതും ഏകീകൃത കുർബാന അർപ്പണം തമ്മിൽ എന്താ ബന്ധം? നിയമം ലംഘിക്കുന്നതും ഏകീകൃത കുർബാന അർപ്പണം തമ്മിൽ എന്താ ബന്ധം?
അനുസരണക്കേട് എത്ര ബോസ്കപ്പത്തൻ അനുസരിക്കാതിരിക്കുക, അതും ഏകീകൃത കുർബാനയുമായിട്ട് എന്താ ബന്ധം? സിവിൽ കോടതിയിൽ കേസ് കൊടുക്കുക, കുർബാന അർപ്പിക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്തുക. അപ്പോൾ മണവാളൻ കുറ്റകൃത്യങ്ങൾ ചെയ്തതാണ്. അതും ഈ ഏകീകൃത കുർബാനയുടെ സമവായ മാർഗരേഖയുമായിട്ട് അതിന് ബന്ധമില്ല. അതുകൊണ്ട് ഇത്തരം വരട്ട് തത്വവാദങ്ങളുമായിട്ട് കോടതിയെ സമീപിക്കേണ്ട പാമ്പ്ളാനി പിതാവ്. ഇതാണ് കോടതി പറഞ്ഞ ഒരു കാര്യം. മറ്റൊരു കാര്യം, സാവകാശം പ്രതീക്ഷയും സമാധാനവും കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയില് സാവകാശം പ്രതീക്ഷയും സമാധാനവും, പ്രതീക്ഷ ട്രസ്റ്റ് എന്നാണ് ഇംഗ്ലീഷില്, വിശ്വാസം വീണ്ടെടുക്കുന്നു, വിശ്വാസത്തെ വീണ്ടെടുക്കുന്നു എന്നൊക്കെയാണ് ഒരു പക്ഷെ അതിന്റെ അർത്ഥം. നമുക്കിങ്ങനെയും പറയാം, ട്രസ്റ്റും സമാധാനവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സഭയിലെന്നാണ് കോടതി ചോദിക്കുന്നത്? ഏത് സഭയില്? സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലോ? എന്നിട്ട് കോടതി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ജൂലൈ മാസം 20 ഞായറാഴ്ച ഉദയം പേരൂർ പള്ളിയിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 3 മാസമായി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അവിടെ സഭയുടെ കുർബാന, ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അവിടെ പാമ്പ്ളാനി പിതാവിന്റെ ഈ സമവായ മാർഗരേഖയിലെ 10-ാം നമ്പർ വകുപ്പ്, ഈ സമവായ മാർഗരേഖ അനുസരിച്ചാണല്ലോ ട്രസ്റ്റും സമാധാനവും വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞത്. അതിലെ 10-ാം നമ്പർ വകുപ്പ് അനുസരിച്ച് അവിടെ പ്രശ്നമുണ്ടാക്കാനായിട്ട് പാമ്പ്ളാനി പിതാവ് എഴുതി വിട്ടിരിക്കുകയാണ്. നമ്പർ 10 സമവായ മാർഗരേഖയില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കും. എന്നിട്ടൊരു പുതിയ കൂരിയായി വെച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു കൂരിയ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവര് തന്നെ ചെന്ന് അവര് തന്നെ അത് പരിഹരിക്കുക. എന്താണ് പരിഹാരം? ഏകീകൃത കുർബാന ചൊല്ലുന്ന സ്ഥലത്ത് ഇല്ലിസിറ്റായ ജനാഭ്യ കുർബാന ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതാ സമാധാനം, ഇതാണ് ട്രസ്റ്റ്. ഈ ഉദയംപേരൂർ പള്ളിയിലെ കുർബാനയുടെ സമയത്ത് കുറെ അടിഞ്ഞാട്ടക്കാരായ സ്ത്രീകളും അവരുടെ ചെക്കന്മാരും ചേർന്ന് കുർബാനയുടെ സമയത്ത് മുഴുവൻ നിരീശ്വരവാദികളോ യുക്തിവാദികളോ സാമൂഹ്യദ്രോഹികളോ ചെയ്യാൻ മടിക്കുന്ന തരത്തിൽ ആഭാസം കാണിച്ച്, അത് കഴിഞ്ഞ് ആ കുർബാന കഴിഞ്ഞപ്പോൾ പള്ളിയിലുള്ള ബെഞ്ചും ഒക്കെ എടുത്ത്, കസേരയൊക്കെ എടുത്ത് മതബകയിൽ ബലിപീഠത്തിന് ചുറ്റും ഇരുന്ന് അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുക, വെള്ളം കുടിക്കുക, പ്രാതല കഴിക്കുക, തോന്നിയാസങ്ങളൊക്കെ ചെയ്യ പരിശുദ്ധമായ സ്ഥലത്ത് ഇങ്ങനെ ദൈവം നിന്ന് നടത്തി കുർബാന സ്വീകരിക്കാൻ വന്നവരെ ബ്ലേഡും കത്തിയുമായിട്ട് അവര് ആക്രമിച്ചു. വീഡിയോയിൽ കാണുന്നതനുസരിച്ച് തിരുവോസിൽ തുപ്പി. ഇതൊക്കെയാണോ സമാധാനം? ഇതൊക്കെയാണോ ട്രസ്റ്റ്? 3 മാസമായിട്ട് അവിടെ ഒരു പ്രശ്നവുമില്ലാതെ ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാമ്പ്ളാനി പിതാവിന്റെ സമവായ മാർഗരേഖയിലെ 10-ാം നമ്പർ വകുപ്പാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത്. പ്രശ്നമുണ്ടാക്കുന്ന സമവായ മാർഗരേഖയാണോ ട്രസ്റ്റും സമാധാനം ഉണ്ടാക്കുന്നത്? അവിടെ ഏകീകൃത കുർബാന ചൊല്ലാൻ പാടില്ലെന്ന് ഈ കൂരിയെ വിളിച്ച് പറഞ്ഞു. കോടതി വിധി കിട്ടിയിട്ടും പോലീസിനോട് കൂരിയ പറഞ്ഞു, ഞങ്ങൾ പള്ളി അടച്ചിടുകയാണ്. ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന പള്ളിയിലാ പറയണേ. ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട പാമ്പ്ളാനിയും കൂരിയായും അവിടെ അസമാധാനമാണ് ഉണ്ടാക്കിയത്, പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്, പ്രശ്നമാണ് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് കോടതി പറയുക, അതുണ്ടായപ്പോൾ മാധ്യമ റിപ്പോർട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ, വീഡിയോസ്. ഈ മാധ്യമ റിപ്പോർട്ടുകളോ വീഡിയോ, അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ അതിന്റെ PRO വഴി അതിനെ അപലപിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അപലപിച്ചുകൊണ്ട്. എന്നിട്ട് ഈ കോടതി ചോദിക്കുകയാണ്, എറണാകുളത്തെ മെത്രാന്മാര് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും ഒരു വാക്കെങ്കിലും അപലപിച്ചോ? അതിനെ കുർബാനയെ അവഹേളിച്ചു, കർത്താവിനെ നിന്ദിച്ചു ഇല്ലേ? ഇത്രമാത്രം ആഭാസങ്ങൾ, ദൈവം നിന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദൈവം നിന്ന് നടത്തിയിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാർജുള്ള തട്ടിൽ പിതാവോ പാമ്പ്ളാനി പിതാവോ ഒരു വാക്കെങ്കിലും അതിനെ അപലപിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചോ? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ PRO അതിനെ അപലപിച്ച് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചോ? ഇല്ല. അപ്പോൾ എന്ത് സമാധാനമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത്? ഈ സമവായ മാർഗരേഖയല്ലേ പ്രശ്നമുണ്ടാക്കുന്നത്? അപ്പൊ ഈ സമവായ മാർഗരേഖ സമാധാനം കൊണ്ടുവരും, ട്രസ്റ്റ് കൊണ്ടുവരും എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ നുണ പറയുക കോടതിയുടെ മുമ്പാകെ? ഞങ്ങളിതെല്ലാം കാണുകയല്ലേ? ഉദയം പേരൂർ പള്ളി നടന്ന കാര്യം ഞങ്ങൾ കാണുകയല്ലേ? അതിനുമുമ്പ് മരുത്തോർ വട്ടം പള്ളിയിൽ കണ്ടതും ഞങ്ങൾ കാണുകയല്ലേ? ഞങ്ങൾ ആകാശത്തല്ല ജീവിക്കുന്നത്, ഭൂമിയിൽ തന്നെയാണ്. കോടതി പറഞ്ഞതാണ്. ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്.
എറണാകുളത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ PR ഒരു വാക്ക് പോലും അപലപിച്ചതായി കണ്ടില്ല. അവിടുത്തെ തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും ഈ കുർബാന അവഗണിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല, അപലപിച്ച് കണ്ടില്ല. കോടതിയോട് എനിക്കൊരു കാര്യം പറയാണ്ട്, അവർക്ക് കുർബാനയിൽ വിശ്വാസമില്ല. കോടതി അവർക്ക് കുർബാനയിൽ വിശ്വാസമില്ല. എത്രയോ വർഷമായി അവരുടെ വിശ്വാസം പോയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പേക്കൂത്തുകളെല്ലാം അവർ അനുവദിക്കുകയല്ല, അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നിട്ട് ഇത്രയൊക്കെ കോടതി പറഞ്ഞിട്ട് ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് പാമ്പ്ലാനി പിതാവ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെയാണല്ലോ അപേക്ഷ വെച്ചിരിക്കുന്നത്. ആ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് കോടതി ചോദിക്കുകയാണ്, ഇത് പുതിയ തരത്തിലുള്ള നീതിയാണോ? ഉദയംപേരൂർ പള്ളിയിൽ നടന്നത് ഇല്ലേ, അത് വിശദീകരിച്ച് പറയാണ്, ഇത് പുതിയ തരത്തിലുള്ള നീതിയാണോ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്? നീതിയും ന്യായവും നിയമവ്യവസ്ഥയും പാലിക്കാൻ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തയ്യാറാകണം. പ്രാദേശിക മെത്രാന്റെ അടിമയാകരുത്, പാമ്പ്ലാനി പിതാവിന്റെ അടിമയാകരുത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്. സഭയിൽ നീതിയും ന്യായവും സത്യവും പുലരാൻ വേണ്ടിയാണ് ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനെ സഭ നിയമിച്ചിരിക്കുന്നത്. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് നിയമ സംവിധാനത്തിന്റെ ഭാഗമാണ്. സഭയിൽ സത്യവും നീതിയും പുലരാൻ വേണ്ടി നിൽക്കേണ്ടയാൾ. അയാൾ പ്രാദേശിക മെത്രാന്റെ അടിമയാകരുത്, മറിച്ച് ആ മെത്രാന് ഉപദേശം കൊടുത്ത് നേരായ വഴിയിൽ കൊണ്ടുപോകണം. എത്ര ശക്തമാണ് കോടതിയുടെ വാക്കുകൾ! ഇത് കേൾക്കുമെന്ന് പ്രത്യാശിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് രാജിവെക്കണം, പറ്റില്ലെങ്കിൽ ഇട്ടേച്ചു പോകണം. താങ്കൾ പാമ്പ്ലാനിയുടെ അടിമയോ? കോടതി പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ആയ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിലിനോട്. കാനൻ ലോ, പൗരസ്ത്യ നിയമം, പൗരസ്ത്യ കാനൻ ലോ 1269(1) പ്രകാരം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച സ്പെഷ്യൽ ട്രിബ്യൂണല് സഭാ കോടതി വളരെ ശക്തമായ ഭാഷയിൽ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് ചോദിച്ച ചില കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. ഈ കോടതി വിധി വന്നത് ജൂലൈ മാസം 31-നാണ്, 2025 ജൂലൈ 31-ന്. പക്ഷെ അതിന്റെ പകർപ്പെല്ലാം കിട്ടി സമൂഹ മാധ്യമത്തിൽ അത് പ്രചരിച്ചത് ഇന്നലെയാണ്. അപ്പോൾ അതിൽ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിനകത്ത് ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ആ വാക്ക് തന്നെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്നാണ് സഭ ഉപയോഗിക്കുന്ന വാക്ക്. നീതിയെ പ്രൊമോട്ട് ചെയ്യുന്ന, നീതിയെ സംരക്ഷിക്കുന്ന ആളെന്നാണ്. അതായത് സഭയുടെ നിയമ സംവിധാനം അനുസരിച്ച് സത്യവും നീതിയും ന്യായവും പുലരാൻ വേണ്ടി സഭ നിയമിച്ചിരിക്കുന്ന ഒരാളാണ് ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്. അങ്ങനെയാണ് സഭ അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരാള് പാമ്പ്ലാനി പിതാവിനെ താളത്തിനത്ത് തുള്ളാനാണോ അതോ സഭാ നിയമം സംരക്ഷിക്കാനാണോ പ്രവർത്തിക്കേണ്ടത് എന്നാണ് കോടതി ചോദിച്ചത്. കോടതി വളരെ ശക്തമായിട്ട് ചോദിച്ചു, താങ്കൾ നിയമ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? പാമ്പ്ലാനിയുടെ അടിമയല്ലല്ലോ. താങ്കൾ കത്തോലിക്ക സഭയുടെ നിയമ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? പാമ്പ്ലാനി പിതാവിന്റെ അടിമയല്ലല്ലോ. ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിലും പാമ്പ്ലാനി പിതാവും ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ മുമ്പാകെ ഇങ്ങനെ സമർപ്പിച്ചിരുന്നു. അതായത് കാനൻ നിയമം 1401 അനുസരിച്ചും മണവാളന്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ ലീവിലാണെന്നുള്ള കാര്യം ഓർത്തും അദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷാ നടപടികൾ നിർത്തിവെക്കണം. സഭ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മാനസാന്തരവും തിരിച്ചുവരവൊക്കെ മണവാളിൽ സംഭവിച്ചു കഴിഞ്ഞുവെന്നും പാമ്പ്ലാനി പിതാവും ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസും കോടതിയുടെ മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിച്ചു. അപ്പൊ കോടതി 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, ഈ കുറ്റവാളിയുടെ മാനസാന്തരം, നീതിയുടെ പുനഃസ്ഥാപനം, പിന്നെ സഭയിലുണ്ടായിട്ടുള്ള ഇടർച്ച, അത് ഇല്ലാതാകല്, ഇത് 3ഉം ഒരേ സമയം ഉണ്ടായാൽ ഒരുപക്ഷെ നമുക്ക് ശിക്ഷാ നടപടികൾ വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷേ അത് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കോടതി തന്നെ, അതായത് ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ തന്നെ മണവാളനെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. ഇതേ കോടതി. ആ ഉത്തരവ് പോലും അനുസരിക്കാതിരിക്കുന്ന ആളാണ് മണവാളൻ. അദ്ദേഹത്തിന് എന്ത് മാനസാന്തരമാണ് ഉണ്ടായത്? എന്ത് തിരിച്ചുവരവാണ് അദ്ദേഹത്തിന് ഉണ്ടായത്? പിന്നെ അദ്ദേഹം സസ്പെൻഷനിലാണ്. സസ്പെൻഷനിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മെഡിക്കൽ ലീവ് കൊടുക്കാൻ കഴിയുക പാമ്പ്ലാനി പിതാവിന്? ഏതെങ്കിലും നിയമത്തിൽ കേട്ടുകേൾവിയുള്ള സംഗതിയാണോ? അതിനേക്കാളേറെ
ബോസ്കോ പിതാവ്, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പിതാവ്, മാർപ്പാപ്പയ്ക്ക് വേണ്ടി മാർപ്പാപ്പയുടെ അധികാരത്തിൽ പ്രവർത്തിച്ചിരുന്ന ബോസ്കോ പിതാവ് ഈ മണവാളനെ മാനസാന്തരപ്പെടുത്താനായിട്ട് ശ്രമിച്ച് ഒരു നിലയ്ക്കും വഴങ്ങാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം ഫലം കാണാതെ വന്നപ്പോഴാണ് ഈ കോടതി നടപടികൾ ആരംഭിച്ചത്. ഈ കോടതിക്ക് മുമ്പാകെ ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്നെ ഈ കോടതിയിൽ മണവാളനെതിരെ വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങളാണ് ആരോപിച്ചത്. വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ. അനുസരണക്കേട്, അതായത് ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള ആളെ മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുക, കൃത്യവിലോപം, ഒരു വൈദികൻ എന്ന നിലയിലുള്ള കൃത്യവിലോപം, നിയമലംഘനം, കത്തോലിക്ക സഭയുടെ നിയമം നിങ്ങൾ ലംഘിക്കുക, പിന്നെ പണം കട്ടെടുക്കുക, ബസിലിക്ക പള്ളിന്ന് പണം കട്ടെടുക്കുക, ലൂട്ടിംഗ് ദ മണി, പണം കെട്ടെടുത്തിട്ട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സ്പർദ്ധ വളർത്തുക, വിശ്വാസികളെ അനുസരണക്കേടിന് പ്രേരിപ്പിക്കുക, വൈദിക ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുക, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സിവിൽ കോടതിയെ സമീപിക്കുക, ആ കേസ് പിൻവലിക്കാൻ വേണ്ടി ബസിലിക്കയുടെ സീല് ദുരുപയോഗം ചെയ്യുക. ഇത്രയും ഗൗരവമായ കുറ്റകൃത്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് ഈ അച്ഛനെതിരെ ഈ കോടതി മുമ്പാകെ ഉന്നയിച്ചതും ആരോപിച്ചതും. എന്നിട്ട് നിങ്ങൾ തന്നെ ഒറ്റ അടിക്ക് പെട്ടെന്ന് തന്നെ പറയാണ് അദ്ദേഹത്തിന് മാനസാന്തരം വന്നു. മാനസാന്തരം വന്നെങ്കിൽ കോടതി ചോദിക്കുകയാണ്, ഒരു പ്രാവശ്യമെങ്കിലും ഈ കോടതിയുടെ മുമ്പാകെ വരാമായിരുന്നില്ലേ? എത്ര പ്രാവശ്യം ഈ കോടതി വിളിച്ചു? എപ്പോഴെങ്കിലും അദ്ദേഹം ഹാജരായോ? ഹാജരാകാത്തതിന് ഒരു ന്യായമെങ്കിലും അറിയിച്ചോ? അപ്പൊ ഇത്രയും അഹങ്കാരിയായ, ധാർഷ്ട്യം നിറഞ്ഞ, പാമ്പ്ളാനി പിതാവിന്റെ ഒത്താശയുണ്ട് എന്ന ഒറ്റ കാരണത്താൽ സഭയുടെ നിയമങ്ങൾ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന് ഉളുപ്പില്ലേ, നാണമില്ലേ? നിങ്ങൾ ആരുടെ അടിമയാണ് എന്നാണ് കോടതി ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് ചോദിച്ചത്. ഞാൻ ഈ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, അറിയൂല. പക്ഷെ അദ്ദേഹം ഈ കോടതി വിധി കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഭയുടെ കാനന നിയമത്തിലൊക്കെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റോ മറ്റോ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് രാജിക്കത്ത് കൊടുത്തു പോവുകയാണ്. കത്തോലിക്ക സഭയുടെ നിയമത്തിന് വിരുദ്ധമായിട്ട് സത്യത്തിന് നിരക്കാത്തത്, നീതിക്ക് നിരക്കാത്തത്, ന്യായത്തിന് നിരക്കാത്തത്, പണം കട്ടെടുക്കുന്ന ഒരു വൈദികനെ, കൂതാശ വിലക്കുള്ളപ്പോൾ കൂതാശ പരികർമ്മം ചെയ്യുന്ന ഒരു വൈദികനെ ന്യായീകരിക്കാൻ നടക്കുന്ന പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിന്റെ പേര് മാറ്റണം, പ്രൊമോട്ടർ ഓഫ് ഇൻജസ്റ്റിസ്. ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ നിങ്ങളുടെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് അല്ല, നിങ്ങൾ പ്രൊമോട്ടർ ഓഫ് ഇൻജസ്റ്റിസ് ആണ്. നിങ്ങൾ പ്രൊമോട്ടർ ഓഫ് ട്രൂത്ത് അല്ല, നിങ്ങൾ പ്രൊമോട്ടർ ഓഫ് ഫാൾസ്ഹുഡ്, വ്യാജത്തിന്റെ, നുണയുടെ പ്രൊമോട്ടറാണ് നിങ്ങൾ. സഭയുടെ സത്യമല്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അസത്യമാണ്. പണം കട്ടെടുക്കുന്ന ഒരാളെ, കൂതാശ വിലക്കുള്ള ഒരാളെ സംരക്ഷിക്കുക, ന്യായീകരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ എന്ത് അന്യായമാണ് ചെയ്യുന്നത്? യു ആർ പ്രൊമോട്ടിംഗ് ഇൻജസ്റ്റിസ് ഇൻ ദ ചർച്ച്. യു ആർ പ്രൊമോട്ടിംഗ് ലൈസ് ആൻഡ് ഫാൾസ്ഹുഡ് ഇൻ ദ ചർച്ച്. ആൻഡ് ഇൻ ദിസ് വേ യു ആർ ആക്ടിംഗ് അഗെയിൻസ്റ്റ് ദ ചർച്ച്. അങ്ങനെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ സഭ കർത്താവിന്റെ തുടർച്ചയാണ്, കർത്താവിനെതിരെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ കുറ്റകൃത്യം, ഈ മണവാളനെ ന്യായീകരിക്കുക, ആ മണവാളനെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനും കുറ്റവാളി സംരക്ഷിക്കാനും നിൽക്കുന്ന പാമ്പ്ളാനി പിതാവിനെ ഉപദേശിച്ച് മാറ്റേണ്ടതിന് പകരം അയാളുടെ അടിമയായി നിൽക്കുന്ന നിങ്ങള് ഈ കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ടത്, ശരിക്കും ഒരു ധ്യാനം കൂടി കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട തെറ്റാണ് ചെയ്തിരിക്കുന്നത്. പാമ്പ്ളാനി പിതാവ്, നിങ്ങളെക്കാൾ വലിയ തെറ്റാണ് പാമ്പ്ളാനി പിതാവ് ചെയ്തിരിക്കുന്നത്. ഒരു മെത്രാൻ എന്ന നിലയിൽ നിങ്ങളെ കൊണ്ട് അനീതി ചെയ്യിപ്പിക്കുകയായിരുന്നു, അന്യായം ചെയ്യിക്കുകയായിരുന്നു, അസത്യം, വ്യാജം ചെയ്യിപ്പിക്കുകയായിരുന്നു. പാമ്പ്ളാനി പിതാവ് നിങ്ങളൊക്കെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവിന്റെ കൃപയ്ക്ക് കീഴിലാണ് നമ്മൾ. പക്ഷെ നമുക്ക് മണവാളന് മാനസാന്തരം ഇല്ല, മണവാളൻ തിരിച്ചു വന്നിട്ടില്ല. അതായത് ഡിഫറൊക്കെ ചെയ്യും. നിങ്ങളോടല്ലേ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസായി നിങ്ങളോടല്ലേ പറഞ്ഞത്, കൂതാശ വിലക്കുള്ള മണവാളൻ കൂതാശ പരികർമ്മം ചെയ്തു, കുംഭസാരം കേട്ടു, അത് റോമിൽ വിശ്വാസ തിരുസംഘത്തെ അറിയിക്കണമെന്ന് നിങ്ങളോടല്ലേ കോടതി പറഞ്ഞത്? നിങ്ങൾ അറിയിച്ചില്ലെങ്കിൽ കോടതി അറിയിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങൾ കൃത്യവിലോപം ചെയ്തില്ലേ? ഒന്നുകിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, പാമ്പ്ളാനി പിതാവിന് പേടിക്കാതിരിക്കുക.
ഇനി അദ്ദേഹം ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ആ ചങ്കുറപ്പ് കാണിക്കുക. എന്നിട്ട് നമ്മൾ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക. അങ്ങനെ നമ്മൾ വിശുദ്ധരാകാൻ കഴിയുക. എന്ത് കിട്ടാനാണ് നമ്മൾ ഈ അന്യായം ചെയ്യുന്ന മെത്രാന്മാരെ പിന്തുണയ്ക്കുന്നത്? എന്ത് കിട്ടാനാ? ഒരു സ്ഥാനം കിട്ടാനോ? ഒരു സ്ഥലത്ത് പ്രൊഫസർ ആകാനോ? അടുത്തൊരു മെത്രാനാകാനോ? തിന്മയ്ക്ക് കൂട്ടുനിന്നിട്ട്? അല്ലെങ്കിൽ ഒരു രൂപതയുടെ വിക്കർ ജനറൽ ആകാനോ? 3 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക്? ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പുണ്യം കിട്ടുന്ന സംഗതി? അതോ സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നിട്ട് നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നതോ? നിങ്ങൾ ചിന്തിക്കൂ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കൂ. ഇത് കേൾക്കുന്ന അച്ഛന്മാരുടെ എല്ലാവരോടും ഞാൻ പറയണേ, അരമനയിലുള്ള സകല അച്ഛന്മാരോടും ഞാൻ പറയണേ, മെത്രാന്മാരുടെ തെറ്റിന് നിങ്ങൾ ഓശാന പാടിയിട്ട് കർത്താവിന്റെ കോടതിയിൽ കുറ്റക്കാരായി നിൽക്കുന്നതാണോ നല്ലത്? അതോ മെത്രാന്റെ അനിഷ്ടം നേടിയിട്ട് പുറത്തു പോയി മര്യാദയ്ക്ക് സുവിശേഷം പ്രഘോഷിച്ച് ജീവിക്കുന്നതോ? ഗൗരവത്തോടെ ചിന്തിക്കൂ. എത്ര കൊല്ലത്തേക്ക് കിട്ടും ഈ പറഞ്ഞ സ്ഥാനമാനങ്ങള്? പിന്നെ ഇപ്പൊ മെത്രാനാകാന്ന് പറഞ്ഞാൽ, സീറോ മലബാർ സഭയിൽ മെത്രാനാകാന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നൊക്കെ ആയിക്കോട്ടെ, ഇപ്പൊ അവന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അവമാനം നിറഞ്ഞ ഒരു ജോലി ഏറ്റെടുക്കാന്നാണ് ഇപ്പൊ അർത്ഥം. നിങ്ങൾ പുറത്തിറങ്ങി ജനങ്ങളോടും ചോദിച്ചു നോക്കൂ മെത്രാന്മാരെ കുറിച്ചുള്ള അഭിപ്രായം. അച്ഛന്മാരെ കുറിച്ചുള്ള അഭിപ്രായം പണ്ടേ പോയി കിടക്കുകയാണ്. എന്നാലും മെത്രാന്മാരുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ജനങ്ങൾക്ക്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാം. എന്ന് വെച്ച് മെത്രാനാകണ്ടെന്നല്ല ഞാൻ പറഞ്ഞ. വിശുദ്ധരായ മെത്രാന്മാരുണ്ട്, വിശുദ്ധരായ വൈദികരുണ്ട്, ധാരാളമുണ്ട്. പക്ഷെ എങ്കിലും സീറോ മലബാർ സഭയിൽ ഒരു മെത്രാനാകാന്ന് പറഞ്ഞാൽ അതിപ്പോ, എന്നാലും ഇതിനു വേണ്ടി പിന്നാലെ നടക്കുന്നവരുണ്ട്, അതൊക്കെ നടന്നോട്ടെ. പക്ഷേ കർത്താവിനെ സ്നേഹിക്കുന്നവരും സഭയെ സ്നേഹിക്കുന്നവരും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അതിന് നിങ്ങളുടേതായ രീതികളൊക്കെ ഉപയോഗിച്ചോളൂ. മാണിപ്പറമ്പിൽ ഉപയോഗിക്കുന്ന രീതി തന്നെ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ രീതി ഉപയോഗിച്ചോളൂ. എങ്കിലും തിന്മയ്ക്ക് കൂട്ടുനിൽക്കരുത്, അസത്യത്തിന് കൂട്ടുനിൽക്കരുത്, അനീതിക്ക് കൂട്ടുനിൽക്കരുത്, അന്യായത്തിന് കൂട്ടുനിൽക്കരുത്. മെത്രാൻ അങ്ങനെ പറഞ്ഞാൽ, പിതാവേ ഐ എം വെരി സോറി, അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല, പിതാവിനെ മാറ്റാം, യു ക്യാൻ ട്രാൻസ്ഫർ മീ. ഗാന്ധി പറഞ്ഞൊരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇഫ് ഐ സ്റ്റുഡ് ഫോർ ട്രൂത്ത് and the whole world banded against me and against the truth, I would still fight them all, no matter if they tore me limb from limb. ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ഈ ലോകം മുഴുവനും എനിക്കെതിരെയും സത്യത്തിനെതിരെയും ഇങ്ങനെ ബാൻഡഡ് അഗൈൻസ്റ്റ് മീ ഇല്ലേ, കൂട്ടം കൂടി എന്നെ എതിർത്താലും ഞാൻ അവരെല്ലാം എതിർത്ത് തോൽപ്പിക്കും. അവരെന്നെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി കൊത്തി നുറുക്കിയാലും വിരോധമില്ല. ഇഫ് ഐ സ്റ്റുഡ് ഫോർ ട്രൂത്ത് and the whole world banded against me and against the truth, I would still fight them all, no matter if they tore me limb from limb. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.